അമ്മേ നാരായണ, മഹാശനിമാറ്റം സംഭവിക്കാൻ പോകുന്നു. കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് ശനി മാറുന്നതിൻ്റെ ദോഷഫലങ്ങൾ സംഭവിക്കുകയാണ്. ശനിദോഷകാലത്തെ ഭയപ്പെടുന്നവരാണ് മിക്കവരും. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നിങ്ങനെ പഴമൊഴിയും കൂടെ ആവുമ്പോൾ പറയേണ്ടതില്ലല്ലോ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടമെന്ന് വെച്ചാൽ മനപ്രയാസം, കടബാധ്യത, അനാരോഗ്യം, ദുരിതം, മരണം, അപകടം എന്നിവയെല്ലാം ശനിദോഷ സമയത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണത്രേ. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയേറെ ഗ്രഹമായി പറയപ്പെടുന്നത് ശനിദേവനെയാണ്. സൂര്യൻ്റെ മകനായ ശനി ആയുസ്സിൻ്റെ കാരണവരാണ്. ശനി അനുകൂലമല്ലാത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനെയാണ് കണ്ടകശനി എന്നും അഷ്ടമശനി എന്നും ഏഴരശനി എന്നും എല്ലാം നാം പറയുന്നത്. ജാതകവശാൽ രാശിമാറ്റം സംഭവിക്കുന്നതിലൂടെ ശനിദോഷം സമ്മിശ്രമായി പല നാളുകാരിലും കണ്ടുവരാറുണ്ടത്രേ. അപ്പോൾ ശനിദോഷം കൂടുതലായി ബാധിക്കുന്ന നാളുകാർ ഏവ എന്നുള്ളത് നോക്കാം. മിഥുനം രാശിയിൽ പിറന്ന് മകയിരം, തിരുവാതിര, പുണർന്നം നാളുകാർക്ക് കർമ്മരംഗത്ത് തടസ്സങ്ങൾ വന്നു ചേരാൻ, ഭാഗ്യഭംഗം വരാനുള്ള ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി വന്നേക്കാം. കന്നി രാശിയിൽ പിറന്നവർക്ക് ഉത്തരം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര എന്നീ നാളുകാർക്ക് കടബാധ്യതകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടും വരും. ധനുരാശിയിൽ പിറന്ന് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളിൽ ജനിച്ചവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഏറിയും കുറഞ്ഞും ഇരിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. തൊഴിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. എക്കാര്യത്തിലും മന്ദത അനുഭവപ്പെടാനുള്ള കാര്യങ്ങളും വന്നു ചേരും. ഏഴരശനി ബാധിക്കുന്ന നക്ഷത്രക്കാർ മേടക്കൂറിൽ ജനിച്ച് അശ്വതി, ഭരണി, കാർത്തിക നാളിൽ പിറന്നവർ അനാവശ്യ ചെലവുകൾ വന്നു ചേരാനും പണമിടപാടുകൾ ശ്രദ്ധിക്കണം. കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം, ചതയം, പൂരിട്ടാതി എന്നീ നാളുകാർക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. ക്ഷമയോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മനക്ലേശത ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു. മീനം രാശിയിൽ പിറന്ന് പൂരിട്ടാതി മുക്കാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യത ഉണ്ട്. അഷ്ടമശനി ബാധിക്കുന്ന നക്ഷത്രക്കാർ ചിങ്ങ രാശിയിൽ പിറന്ന് മകം, പൂരം, ഉത്രം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ നേരിടാനും ആരോഗ്യപരമായ വൈഷമ്യങ്ങൾ ഉണ്ടാവാനും ശത്രുശല്യം വർദ്ധിക്കാനുമുള്ള സാധ്യത കാണുന്നു. വ്യാഴം അനുകൂല സ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ അഷ്ടമശനി ദോഷകാഠിന്യം കുറയാൻ ഇടയുണ്ട്. ഈ നാളുകാരിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ദോഷ അനുഭവങ്ങൾ വരണമെന്നില്ല. മിക്കവാറും ഭയമുള്ള കാലഘട്ടമാണെങ്കിൽ കൂടി ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ശനിയുടെ രാശിമാറ്റ സമയത്തും നടക്കാറുണ്ടത്രേ. ശനി ജാതകത്തിൽ ഇഷ്ടഭാവത്തിലും ബലവാനും ആയിട്ടുള്ളവർക്ക് ശനിദോഷം അത്രയധികം ബാധിക്കുകയുമില്ല. ഗ്രഹനിലയിൽ ശനി അഷ്ടമ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ ശനിപ്രീതി വരുത്തണം. വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുകയും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. പരദൂഷണം, കുശുമ്പ് എന്നിവ ഒഴിവാക്കുക. അന്യരെ ഉപദ്രവിക്കാതിരിക്കുകയും കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്യുക. എങ്കിൽ ശനിദോഷം അലട്ടുകയില്ലത്രേ. കുടുംബത്തിലെ പ്രായമായവരെ വേണ്ട രീതിയിൽ പരിചരിക്കുന്നതും വസ്ത്രം നൽകി സന്തോഷിപ്പിക്കുന്നതും ശനിക്ക് പ്രീതികരമായ കർമ്മമാണ്. ജ്യോതിഷപ്രകാരം ശനിയുടെ അതിദേവതയാണ് ശാസ്താവ്. ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ ശബരിമല ദർശനം ഉത്തമമാണ്. ജ്യോതിഷ പണ്ഡിതർ ഉപദേശിക്കാറുണ്ടത്രേ. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുതിരി കത്തിക്കുന്നതും നീല ശംഖുപുഷ്പ അർച്ചനയും നടത്തി പ്രാർത്ഥിച്ചാൽ ശനിദോഷം ശമിക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ശനിദോഷം ഒരിക്കലും ഹനുമാൻ സ്വാമിയെയും ഹനുമാൻ സ്വാമിയുടെ ഭക്തരെയും ബാധിക്കാറില്ല. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പണം നടത്തുന്നതും വഴിപാടായി നേദിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല
സമർപ്പിക്കുന്നത് വഴി ശനിദോഷം അകലും എന്നാണുള്ള വിശ്വാസം. ഗണേശപ്രീതിക്കും ശനിദോഷ ശാന്തിക്കും ഉത്തമമാണ്. നിത്യവും പ്രഭാതത്തിൽ ശനീശ്വര സ്തോത്രം ജപിക്കുന്നതും ശനിദോഷം മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് ശനിദോഷം മാറിക്കിട്ടാൻ ഉത്തമ പരിഹാര മാർഗം കൂടിയാണ്.